ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. ഞാനും എൻ്റെ കസിൻ ബ്രദർ അപ്പു അപ്പു എന്താടാ യെസ്, ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരു എന്താ പറയുക ലൈഫ് സ്റ്റൈൽ വ്ലോഗ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ചെയ്തു. ഇപ്പം ഞങ്ങൾ കായലിൻ്റെ തീരത്ത്, നമ്മുടെ സ്വന്തം വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ഈ മൊമെൻറ്റിൽ, നമ്മളിവിടെ ഇരിക്കുന്ന ഈ മൊമെൻറ്റിൽ നമുക്ക് ഇവിടുന്ന് എന്തൊക്കെ കിട്ടുമോ അതൊക്കെ നിങ്ങളെ കാണിക്കാം. ഇത് നമ്മൾ കണ്ടന്റിന് വേണ്ടി നമ്മൾ ഇറങ്ങിയതല്ല, ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയാണ്. സംഭവം ചായയൊക്കെ കുടിച്ച് അതൊന്നും വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. ഇവിടെ വന്നപ്പോഴാണ് വീഡിയോ ചെയ്ത് തുടങ്ങാമെന്നുള്ളൊരു ഐഡിയ കിട്ടിയത്. ഓക്കെ, നമ്മൾ തുടങ്ങാൻ പോവാണ്. വേമ്പനാട്ടുകാരൻ്റെ തീരം പാതിരാമണൽ കാണുന്ന പാതിരാമണൽ കേട്ടോ. കൊച്ചു പോകും പറ്റേ വീഡിയോ കൊണ്ട് വയറിലാക്കി കുറച്ച് പൈസ ഉണ്ടാക്കി തരണേ. അതേ, ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങ പെങ്ക സാധാരണ കൃഷി കുടുംബ എഴുതാ. യെസ്, ആലപ്പുഴക്കാർ എങ്ങനെയാണ് ചെരുപ്പ് കഴുകുന്നത് എന്നുള്ളത് കേട്ടോ. ബിഫോർ ആൻഡ് ആഫ്റ്റർ. അതിൽ ആ ചെരുപ്പ് ബിഫോർ, ഈ ചെരുപ്പ് ആഫ്റ്റർ. കഴുകിക്കോ 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 നിന്റെ അല്ലേ ചോദിക്കും എത്ര രൂപയായിരുന്നു? 100-300 രൂപയ്ക്കാണ് ഇപ്പോൾ പോകുന്നത്. അതിനാണ് എൻ്റെ അടി കറുത്തൊരു കുത്ത് കാണും. പോയി കക്കയായിരുന്നു. ഇടി കിട്ടുന്നു. ഇന്നും മഴയായിരിക്കും. മണ്ടേ കൂടെ പോയാണോ? അല്ലല്ല, അത് ഇടി കിട്ടിയത്. നോക്ക് മക്കളെ നോക്ക. വാഷിംഗ് കായൽ വേമ്പനാട്ടുകായൽ, വാഷിംഗ് കായൽ വേമ്പനാട്ടുകായൽ. നിങ്ങൾക്ക് വേണ്ടി ചെരുപ്പ് കഴുകിയത് ജെ ശ്രീരാജ്. ഹായ്, നോക്കൂ പാല് പോലെ വെണ്മ. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞങ്ങളിവിടെ നടന്നല്ല കൈസ് വന്നത്, ഞങ്ങളുടെ വണ്ടിയിലാണ് കൈസ് വന്നത്. അതൊക്കെയായിരുന്നു. ഓക്കെ, ഞങ്ങൾ ചായ കുടിക്കാൻ വന്നായിരുന്നു. ചായ കുടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു. ഇതാണ് നമ്മുടെ വണ്ടി. നോക്കൂ, കാണാ ഈ സൂസ് പോലെ സെറ്റാക്കിയിരുന്നു. പക്ഷേ തുണി മാത്രമേ ഉള്ളൂ ഗൈസ്. അവിടെ നിന്ന് ഇങ്ങോട്ട് തുണി വലിച്ചു വെച്ചിരിക്കുക. നൈസല്ലേ? കയാക്കിംഗ് പീപ്പിൾസ് ആർ ഗോയിങ്. കണ്ട പിള്ളേർ കയാക്കൊക്കെ തുറഞ്ഞു പോകണ്ട. ഇത് ആ കാണുന്നതാണ് പാതിരാമണൽ. ഇതാണ് ശ്രീകുട്ടൻ. എടാ പുറകിന്ന് ലൈറ്റ് അടിക്കുന്നുണ്ടോ? നൈസ് ലൈറ്റ് ഇടേ. എടീന്നോ നമുക്ക് 1-2 ഫോട്ടോസ് എടുക്കാം. സെറ്റായിക്കോ. നമുക്ക് ഹൗസ് ബോട്ട് വരുന്നു. സംഭവം വരച്ചു വരുന്നു. കണ്ട ഹൗസ് ബോട്ടിൻ്റെ ഒക്കെ ടൈമാണ്. അത് ബെസ്റ്റ് ടൈം. ഇതിനും കൂടി ഇടിക്കാൻ എഡിറ്റ് ചെയ്ത് അവിടെ തീയറ്റിയല്ല. അതൊക്കെ നല്ല ഡിസ്റ്റൻസ് ആണ് കൈസ്. നമ്മൾ തമാശക്ക് അങ്ങനെ പറയുന്നൊക്കെ ഉള്ളു കേട്ടോ. നല്ല ദൂരമുണ്ട്. ഇത് അപ്പുറത്ത് ബോട്ട് പോകുന്നുണ്ടോ അല്ലേ? കണ്ടോ? ഇതാ ദൂരെ 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 ദൂരെ. യെസ്, ഓക്കേ. ഫോട്ടോ എടുക്കാം, ഫോട്ടോ എടുക്കാം. നോക്കൂ ഗൈസ്, നോക്കൂ. ഹൗസ് ബോട്ട് വന്നു. ഈ കാണുന്ന വലകളൊക്കെയാണ്. ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്തോടെ ഗൈസ്. ഈ കാണുന്ന വലകളൊക്കെയാണ് ചീന വലകൾ. കണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ എന്നെങ്കിലും കണ്ടന്റ് വേണ്ടേ, അതിനുവേണ്ടി പറഞ്ഞതല്ലേ. യെസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം തുരുത്തങ്കവല കണ്ണങ്കര ഭാഗമായിട്ട് വരും. അങ്ങോട്ട് പോകണം, ആലപ്പുഴ. ആ കാണുന്നത് പാതിരാമണൽ.
ഇങ്ങനെ പോയാൽ അപ്പുറം കോട്ടയം കുമരകേരിയാണ്. എന്താ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തണ്ണീർമുക്കം ബണ്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് തണ്ണീർമുക്കം ബണ്ട് കണ്ടോ. കാണുന്നതാണ് തണ്ണീർമുക്കം ബണ്ട്. കണ്ടാ ഗസ്റ്റിനെയൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഹൗസ് ബോട്ട് പോകട്ടെ. ഈ ഏരിയ ഫുള്ള് റിസോർട്ടാണ് സൈഡ് ഫുള്ള്. ഓക്കെ പോട്ടെ. അത് ചരിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് അവൻ്റെ കറക്റ്റായിട്ടുള്ള ലുക്ക് കാണാൻ പറ്റും. ഒത്തിരി ദൂരം കൊണ്ടോട്ടി ആയിരിക്കല്ലേ, അവിടെ ഇട്ടായിരിക്കാം. അങ്ങനെയാണ് ചേട്ടൻ ശരി. ഫോണിൽ കാണാൻ കൊള്ളാം, നേരിട്ട് കണ്ട് എത്തുന്നതാണ് കുഴപ്പം. എനിക്ക് കണ്ടും അടുത്തിട്ടാണ്. ചെറിയ ഫോട്ടോ അല്ലേ, ശിക്കാര ഹൗസ് ബോട്ടല്ലേ. അത് നമുക്ക് ഇതിൻ്റെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ പോരാ. പാതിരാണ് പ്ലീസ്. കൊള്ളാടെ സംഭവം രസമുണ്ട്, കാണാൻ രസമുണ്ട്. ഇത് ഹൗസ് ബോട്ടല്ല കേട്ടോ, അത് ശിക്കാരയാണ്. ഹൗസ് ബോട്ട് എന്ന് പറയുന്നത് അതാ വരുന്ന സാധനം, അതിൻ്റെ ബാക്കിൽ കൂടി വരുന്നില്ലേ, അത് ഹൗസ് ബോട്ട്. ഹൗസ് ബോട്ട് എന്ന് പറയുമ്പോൾ റൂമുണ്ടാവും, AC റൂം 1 or 2 ഒക്കെ റൂമുണ്ടാവും. ഇതാ വരുന്നത് ഹൗസ് ബോട്ട്, ഇതാ ഈ വരുന്നത് ഹൗസ് ബോട്ട്. ഇതിൽ പിന്നെ ഫുഡൊന്നും ഉണ്ടാകത്തില്ല തോന്നണല്ലേ, ഇവർ മേടിച്ച് കയറുന്നതായിരിക്കും. നൈസല്ലേ, വേണ്ട കോപ്പിറൈറ്റ് കിട്ടൂടാ, അധികം പാട്ട് കൊടുക്കാത്തതാണ്. ആ പുള്ളിക്കാരനെ കണ്ട, പുള്ളി ബോട്ടിൽ പാട്ടൊക്കെ ഇട്ട് സെറ്റായി പോകട്ടെ. പക്ഷെ നമുക്ക് അധികം കേൾപ്പിക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് വരും. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് കഴിച്ചത്, ഫസ്റ്റ് വീഡിയോയിൽ തന്നെ കോപ്പിറൈറ്റ് കഴിച്ച്. പിന്നെ എപ്പോഴും ആലപ്പുഴയുടെ വേമ്പനാട്ട് കായലിൻ്റെ പയ്യല്ലേ. ഓക്കെ, അപ്പം ഞങ്ങൾ പോകുന്നു കേട്ടോ. ലാസ്റ്റ് ഒരു ബുക്കിംഗ് കൂടെ എടുത്തു. അപ്പോൾ ഈ ജീപ്പ് ഇരിക്കണ നല്ലൊരു പിക്ക് എടുത്തു തന്നെ ഒരു ബോസും കൂടെ പറഞ്ഞു. എനിക്കൊരു സ്റ്റോറി ഇടാനുള്ള ഒരു വകുപ്പ് കിട്ടിയാൽ മതി. ആ സെറ്റാ. എൻ്റെ വന്യ എന്നാടാ, അതിനകത്ത് വല്ല വന്യജീവികളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഫോട്ടോ എടുക്കാം. പോവാം. യെസ്, നമ്മൾ പോകാൻ പാടേ. എടാ അത് അവിടെ ഇട്ട് വളച്ചാൽ മതി, അങ്ങോട്ട് ഇട്ട് വളച്ചാൽ മതി. അയ്യാ അവിടെ ആരും ഇല്ലാഞ്ഞ ഭാഗ്യം. അടികപ്പേരെ കൂട്ടമണി. ഇവിടെ നമ്മുടെ ജില്ലയിൽ ഇത്ര പൊടിയുണ്ടല്ലോ, വണ്ടിയുടെ ജില്ലയിലെ പൊടി പൊടിയുണ്ട്. പുതിയ ബാറ് ഗൈസ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കള്ള് ഷാപ്പ്, അതിന്റെ നേരെ അപ്പുറത്ത് കാണുന്നത് ബാറാണ് ഗൈസ്.
ഇതിൻ്റെ അകത്ത് പശുക്കുട്ടിയാണ് ഗൈസ്. ഓട്ടെ ഗൈസ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. മധു അരുந்துதல் ഉടൽ നലത്തേക്ക് ബാധപ്പെട്ടത്. എടാ അവനെ വണ്ടി എടുത്തിട്ട് പോയില്ല. ഹരീഷിന്റെ വണ്ടി നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തിരികെയാണ്. നമ്മുടെ ജംഗ്ഷൻ എത്താൻ പോകുന്നു ഗൈസ്. വണ്ടി ഏതാണ്? പിക്കപ്പ് ആ ബോലേറോ ക്യാമ്പർ അല്ലേ? ആ യെസ്, ഇതാണ് നമ്മുടെ ജംഗ്ഷൻ. ദിസ് ഈസ് ഹമാര ഖവലൈ. ബിജു ചിറ്റൻ നമ്മുടെ വക്കയുടെ അച്ഛനാണ് ഗൈസ് പോയത്. അടുത്ത വീഡിയോയിൽ വക്കനും പരിചയപ്പെടുന്നതായിരിക്കും. കണ്ടോളൂ നമ്മുടെ ഏരിയ തിരിക്കുന്നു. ഈ കാണുന്ന റോട്ടിലേക്കാണ് നമുക്ക് കയറി പോകേണ്ടത്. ഇത്ര ഉള്ള ഗൈസ്. എന്താ SR ബ്യൂട്ടി സലൂൺ എൻ്റെ ഏട്ടത്തിയുടെ സലൂണാണ് ഗൈസ്.